എന്തായാലും ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. ഈ കേസിലും സ്വാഭാവികമായി അത് ഉണ്ടാകും. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല എന്നും കൂടി ഒരിക്കൽ കൂടി പറയട്ടെ. അതിനപ്പുറം ഈ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വേടനെതിരായ നിയമ നടപടി അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ നവമി? ആര്യ, അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC വകുപ്പുകളാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം പുലിപ്പള്ളി കേസിലടക്കം എന്തുകൊണ്ടാണ് വേടനെ കുറ്റവിമുക്തനാക്കിയത്, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി, പിന്നീട് വനം വകുപ്പിന് തന്നെ ഈ കേസ് ഒരു തിരിച്ചടിയാകുന്നത് തെളിവുകളുടെ അഭാവമാണ്. ഇവിടെയും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ഇനി വരും മണിക്കൂറിൽ വേടനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഇത്രയും വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് പോവുക എന്നതാണ് നോക്കി കാണേണ്ടത്. എന്തായാലും 2020 മുതൽ 2023 വരെയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ മൊഴി പ്രകാരം FIR പോലീസ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തുടർ നടപടികൾ വേടന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കേണ്ടതുണ്ട്. ഇത്രയും കാലം പെൺകുട്ടി പരാതിയുമായി വരാത്തതിന്റെ അടിസ്ഥാനം, അതും തനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായി. വേടൻ തന്നെ ഒഴിവാക്കിയത് മൂലം തനിക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുകൂടി യുവതി പറയുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വാർത്തകൾ നിറയുകയാണ്. ആദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും വേടനെതിരെ ഇത്തരത്തിൽ ബലാത്സംഗ പരാതികൾ, പീഡന പരാതികളും ഉയർന്നിരുന്നു. അന്നും വേടൻ അത് കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അത് കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇതെന്തായാലും ഇപ്പോൾ ഈ അതെ, ആ ഘട്ടത്തിൽ നവമി നമ്മൾ ഓർക്കുമ്പോൾ, അതായത് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മീറ്റു ആരോപണങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നിയമപരമായിട്ട് മുന്നോട്ട് അത്രത്തോളം പല കേസുകളും മുന്നോട്ട് പോയിട്ടില്ല എന്നതായിരുന്നു സാഹചര്യം. പക്ഷേ ഇത് നിയമക്കുരുക്കിലേക്ക് കൂടി വേടൻ ഈ കേസിൽ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വേടന്റെ മറുപടി എന്താണ്, ഈ വിഷയത്തിൽ വേടൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. നവമി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സമാനമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളുടെ പേരിലും ആരോപണ വിധേയനാകുമ്പോഴും കേസുകൾ ഉയരുമ്പോഴും ഒക്കെ ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഈ വിഷയത്തിലും വേടൻ ഇനി പ്രതികരിക്കാൻ പോകുന്നത്? അതോ അതിനപ്പുറം ഈ ആരോപണത്തെ, ഈ പരാതിയെ തള്ളിക്കൊണ്ടായിരിക്കുമോ വേടൻ രംഗത്തേക്ക് എത്തുക?